ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻകുട്ടു. അതായത് ശുക്രന്റെ രാശി മാറ്റത്തെ പറ്റിയാണ് പറയുന്നത്. അതായത് ഇപ്പോൾ മേടം രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശുക്രൻ മിഥുനം 15-ാം തീയതി, അതായത് ജൂൺ 29-ാം തീയതി രാത്രി ഏകദേശം 11:40 കൂടിയിട്ട് ഇടമൻ രാശിയായിട്ടുള്ള സ്വക്ഷേത്രം, അതായത് ശുക്രന്റെ സ്വക്ഷേത്രം എന്ന് വിശേഷിപ്പിക്കുന്ന ഇടവൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. അതായത് ബലവാൻ ആകാൻ പോവുകയാണ്. ഇത്രയും കാലം ശത്രുക്ഷേത്രത്തായിരുന്നു നിന്നത്, അതിപ്പോൾ മാറി അവന്റെ സ്വക്ഷേത്രമായിട്ടുള്ള സ്വന്തം വീട്ടിലേക്ക് മാറുമ്പോൾ ശുക്രന് പ്രത്യേക ഒരു പവർ കിട്ടും, അല്ലെങ്കിൽ ഒരു ബലം കിട്ടും എന്നാണ് പറയുന്നത്. ആ ബലത്തോടു കൂടി തന്നെ മറ്റുള്ളവർക്ക് ആ ശുക്രനെ കൊണ്ട് എങ്ങനെയുള്ള ഉപകാരങ്ങൾ ഉണ്ടാവും എന്നാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ജൂൺ 29-ന് മാറുന്ന ശുക്രൻ ഏകദേശം ജൂലൈ 26 വരെ, ഒരു 28 ദിവസം വരേക്കാണ് ഏകദേശം ഈ ഫലം ഉള്ളത്. എന്നിരുന്നാലും നമ്മൾക്ക് ശുക്രന്റെ ഫലത്തെ പറ്റി നോക്കാം. മേടക്കൂറുകാർക്ക് ഏകദേശം ധനസ്ഥാനത്തിലേക്ക് വരുന്ന ശുക്രനാണ്. അതായത് മേടൻ രാശിക്കാർക്ക് 2-ലാണ് ശുക്രൻ നിൽക്കുന്നത്. അപ്പോൾ ധനസംബന്ധമായിട്ടുള്ള ഗുണാനുഭവങ്ങളും ആ ധനം കൊണ്ട് എന്താണ് പ്രയോജനം ചോദിച്ചു പറഞ്ഞാൽ വാഹന സംബന്ധമായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയും, വസ്ത്രങ്ങൾ കൊണ്ടുള്ള എല്ലാവിധ ഗുണങ്ങളും, വസ്ത്രലാഭം, വാഹന ലാഭം എന്ന് തന്നെ പറയാം. ധനത്തിന് പെരുക്കങ്ങൾ കൂടുവാനുള്ള സാധ്യതയുണ്ട്, ധനവരുമാനം കൂടുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വാഹന സംബന്ധമായിട്ടും വസ്ത്ര സംബന്ധമായിട്ടും സുഗന്ധ വസ്തുക്കളുടെ ബിസിനസ്സായിട്ടും ഉള്ളവർക്കും യഥേഷ്ടം സമ്പാദിക്കാൻ പറ്റുന്നതും തൊഴിൽ പുരോഗതിയിലൂടെ ധനസമ്പാദ്യം നേടാൻ പറ്റുന്ന ഒരു രാശി മാറ്റമാണ് മേടക്കൂറുകാർക്ക് 2-ൽ നിൽക്കുമ്പോൾ ഉള്ളത്. ഇനിയിപ്പോൾ മിഥുനക്കൂറുകാർക്കാണെങ്കിൽ 12-ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രനാണ്. 12-ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രനായ വണ്ണം ശുക്രന്റെ ബലമുണ്ട്. 12-ാം ഭാവത്തിലാണെങ്കിൽ അനുകൂല സ്ഥിതി തന്നെ നിൽക്കുന്നത്. അപ്പൊ ബുധൻ മിഥുന രാശിക്കാർക്ക് 12-ാം ഭാവം വ്യയസ്ഥാനമാണ്. അധികം ചെലവഴിക്കാതെ നോക്കുകയും വസ്ത്രങ്ങൾ അധികം പാഴാക്കാതെ നോക്കുകയും വാഹനങ്ങൾ കേടുപാറ്റാതെ നോക്കുകയും വാഹന സംബന്ധമായിട്ടുള്ള എല്ലാവിധ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വാഹനത്തെ നല്ലപോലെ കൈകാര്യം ചെയ്യുകയും വാഹനത്തെ സൂക്ഷ്മതയോടുകൂടി കൈവരിക്കാനുള്ള സാധ്യതയും, അതുപോലെ തന്നെ മംഗളകാര്യങ്ങളെല്ലാം നടക്കുവാനുള്ള സാധ്യതകളും. കളത്ര കാരകനാണ് ശുക്രൻ. അപ്പൊ വിവാഹത്തിന്റെ കാരകനും കൂടിയാണ് ശുക്രൻ. ശുക്രൻ ആയിട്ടുള്ള കാരണം കൊണ്ട് തന്നെ വിവാഹ മംഗളകാര്യങ്ങളെല്ലാം നടത്തുവാനുള്ള സാധ്യതകളും, വിവാഹങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതെല്ലാം തരപ്പെട്ടു വരുവാനുള്ള സാധ്യതകളും ഇതിനക്കൂറുകാർക്ക് കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ കർക്കിടകക്കൂറുകാർക്കാണെങ്കിൽ 11-ലാണ് ശുക്രൻ. ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സ്ഥാനമാണ് 11 ആവുമ്പോൾ എല്ലാ സർവ്വവിധ യോഗങ്ങളും കൈകാര്യം ചെയ്യുന്ന ശുക്രൻ 11-ൽ നിൽക്കുമ്പോൾ, അത് ബലവാനായി നിൽക്കുമ്പോൾ സർവ്വ ഐശ്വര്യങ്ങളും പ്രതിദാനം ചെയ്യും. മഹാലക്ഷ്മി ആയിട്ട് തന്നെ കണക്കാക്കാം. ലക്ഷ്മി കടാക്ഷങ്ങളുണ്ടാവും, ധനകടാക്ഷങ്ങളുണ്ടാവും, ധനത്താൽ പെരുക്കങ്ങളുണ്ട്, ധനപ്പെരുക്കങ്ങൾക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ധനപ്പെരുക്കം എന്ന് വെച്ച് പറഞ്ഞാൽ ഒന്നിലധികം വരുമാനങ്ങൾ കൂടുതലായിട്ട് വരുവാനുള്ളതും, അപ്രതീക്ഷിതപരമായിട്ടും ധനലാഭങ്ങളും, ധനപ്പുഴക്കങ്ങൾ എന്ന് വെച്ച് പറഞ്ഞാൽ മേലിക്ക് മേൽ പണം വരിക എന്നുള്ളതാണ് പറയുന്നത്. അത് എങ്ങനെ ഏതിലൂടെ വരുന്നതെന്ന് ചോദിച്ചു പറഞ്ഞാൽ ബിസിനസ് സംബന്ധമായിട്ടുള്ള വസ്തുക്കളിലൂടെ തന്നെ വരുള്ളൂ. ശുക്രന്റെ കാരകത്വം കൊണ്ട് നോക്കുകയാണെങ്കിൽ വിവാഹ കാരകത്വനാണ്. വിവാഹ മംഗള കാര്യങ്ങൾ നടക്കുവാനും വിവാഹ സംബന്ധമായിട്ടുള്ള അതിൻ്റെതായിട്ടുള്ള പെണ്ണ് കാണൽ ചടങ്ങ്, എൻഗേജ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, വിവാഹം എന്നിവയിൽ നടക്കുവാനുള്ള സാധ്യതയും. ബിസിനസ് സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ സുഗന്ധ വസ്തുക്കളുടെ ബിസിനസ്സുകളും വസ്ത്ര സംബന്ധമായിട്ടുള്ള മേഖലയിൽ പെട്ടിരിക്കുന്ന എല്ലാതരം, അത് വസ്ത്രം ഉണ്ടാക്കുന്നത് തൊട്ട് നൂല് തൊട്ട് വസ്ത്രം തയ്യാറിക്കുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും വസ്ത്ര വിപണിയിലുള്ളവർക്കും വളരെ ശ്രേഷ്ഠമായ സമയം. അതുപോലെ വാഹനകാരകനും കൂടിയാണ് ശുക്രൻ. എല്ലാവിധ വാഹന സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ശുക്രൻ അനുകൂല ഫലം തരുന്നതാണ് കർക്കിടകക്കൂറുകാർക്ക്. ആ അനുകൂല ഫലത്തിൽ തന്നെ അവർക്ക് ബിസിനസ് തന്ത്രങ്ങൾ മെനഞ്ഞെടുക്കുവാനും ബിസിനസ് നല്ല പുരോഗമനം കൊണ്ടുപോകാനും സാധിക്കും എന്നതിൽ യാതൊരുവിധ സംശയവും ഇല്ല. പറയുമ്പോൾ തന്നെ കന്നിക്കൂറുകാർക്ക് 9-ലാണ് ശുക്രൻ വരുന്നത്. 9-ാം ഭാവത്തിൽ ശുഭഗ്രഹം നിൽക്കുന്നത് ഏറ്റവും അനുയോജ്യപരമായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അത് 9-ൽ ശുക്രൻ നിൽക്കുന്ന സമയത്ത് ഭാഗ്യ അനുകൂലപരമായിട്ടുള്ള സംഭവങ്ങളും ഭാഗ്യം കൊണ്ട് ധനം വന്ന് ചേരുവാനുള്ള സാധ്യതകളും ഭാഗ്യവശാൽ സർവ്വ ഐശ്വര്യങ്ങളും വന്ന് ചേരുവാനുള്ള സാധ്യതകളും
ഭാഗ്യ സംബന്ധമായിട്ടുള്ള പ്രവർത്തികൾ പ്രവർത്തിക്കുന്ന എല്ലാവിധ ഭാഗ്യകടാശങ്ങൾ കൊണ്ടും ലോട്ടറി ഭാഗ്യങ്ങളാകട്ടെ, കുറികളാകട്ടെ, അതുപോലെ ലോണുകളാകട്ടെ, ചിട്ടികളാകട്ടെ അതെല്ലാം കിട്ടുവാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട്. അപ്രതീക്ഷിതപരമായിട്ടുള്ള ധനലാഭത്തിന്റെ യോഗമുണ്ട്. ഭാഗ്യകടാശത്തിൽ പലതും തൊഴിൽ നേടാനുള്ള സാധ്യത, വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള മേഖലയിൽ സാധ്യത, വാഹന സംബന്ധമായിട്ടുള്ള യഥേഷ്ട സംബന്ധം, ടൂ വീലർ തൊട്ട് വലിയ വാഹനങ്ങൾ വരെയുള്ള മേഖലയിൽ പങ്കെടുക്കുന്നവർക്കും തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ഏത് തൊഴിലാണെങ്കിലും, പൈലറ്റ് ആണെങ്കിൽ പൈലറ്റ്, മെക്കാനിക്കലാണെങ്കിൽ മെക്കാനിക്ക്, സർവീസ് അഡ്വൈസർ ആണെങ്കിൽ അഡ്വൈസർ, അങ്ങനെയുള്ള എല്ലാവിധ ഹൈറ്റ് സംബന്ധമായിട്ടുള്ളതും മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ളതും കേൾക്കുന്നതും, അതുപോലെ വസ്ത്ര സംബന്ധവും സുഗന്ധ സംബന്ധമായിട്ടുള്ള ബിസിനസ് ചെയ്യുന്നവർക്കും വളരെ ഉപകാരപരമായിട്ട് വരുന്ന ഒരു സംഭവമാണ്. കന്നിക്കൂറുകാർക്ക് 9ാം ഭാവത്തിലുള്ള ശുക്രന്റെ അനുഭവം ഒരു പ്രത്യേക അനുഭവം തന്നെയായിരിക്കും. ഭാഗ്യം, ധർമ്മം, ദയ, പുണ്യ, തപസ്ത, ഭാഗ്യം ഉണ്ടാവും, ധർമ്മങ്ങൾ ഉണ്ടാവും, ദയയും ഉണ്ടാവും, പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുവാനുണ്ടാവും, ഭഗവതി ക്ഷേത്രങ്ങളെല്ലാം നല്ലപോലെ തൊഴുതു വന്നു കഴിഞ്ഞു പറഞ്ഞാൽ ഭാഗ്യ കടാക്ഷങ്ങളെല്ലാം കൈകോരി വരും. മഹാലക്ഷ്മി വരും. മഹാലക്ഷ്മി അന്ന് മുന്നിൽ നിൽക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ മഹാലക്ഷ്മി എന്ന് വെച്ച് പറഞ്ഞാൽ മഹാലക്ഷ്മി, ധനലക്ഷ്മി, സരസ്വതി ദേവി എന്നിവരെല്ലാം കൂടി, ത്രിമൂർത്തികളും എല്ലാം കൂടി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും, എല്ലാം തികഞ്ഞു എന്നാണ് അർത്ഥം. അപ്പോൾ കന്നിക്കൂറുകാർക്ക് വളരെ അനുകൂലപരമായിട്ടുള്ള ഫലമാണ് ഈ ശുക്രന്റെ 9ലുള്ള സ്ഥിതി. അപ്പോൾ അവർക്ക് ഈ ശുക്രന്റെ രാശി മാറ്റം കൊണ്ട് വൻ പ്രതീക്ഷയാണ് ഉള്ളത്. ഇനിയിപ്പോ തുലാരാശിക്കാർക്കാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ 8ാം ഭാവത്തിലും ശുക്രൻ അനുകൂലം തന്നെയാണ്. നാശനഷ്ടങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ചെകഞ്ഞു പോകുന്ന പറയുന്നത്. എന്ത് ദോഷം കൊണ്ടിനാണ് തന്റെ എല്ലാം അമർത്തി, വാഹന സംബന്ധമായിട്ടുള്ള ദോഷങ്ങളാണെങ്കിലും അതിനെല്ലാം കേടുപാടുകളെല്ലാം കൂടാതെ എത്ര ആക്സിഡന്റ് പറ്റി ഒന്നിനും പറ്റാത്തൊരു വാഹനമാണെങ്കിലും അതിന്റെ മെയിൻ സാധനമായിട്ടുള്ള എഞ്ചിൻ മാത്രം എടുത്തു വെച്ചിട്ട് അതിനെ ഒരു രൂപത്തിലായി കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അത്രയ്ക്കും ഒരു ഇതായിട്ടുള്ള പറയുന്നത്. അതുപോലെ തന്നെ അത് ഏത് വാഹനമായിട്ട് ഇപ്പോൾ ഒരു കാറാണ് ഉദ്ദേശിക്കുന്നതല്ല, ഏത് വാഹനങ്ങളെയും ആ രൂപത്തിൽ കൊണ്ടുവരാൻ പറ്റും മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള പരിശ്രമത്തിലൂടെ എന്നാണ് പറയുന്നത്. കാരണം ഒരു ജീവന്റെ ഒരു തുടുപ്പ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രം മതി ബാക്കി ഭാഗങ്ങളെല്ലാം തുന്നി ചേർത്താൻ പറ്റും, അല്ലെങ്കിൽ സർജറി ചെയ്യാൻ പറ്റും, പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന പോലെയാണ്. വിവാഹ മംഗളകർമ്മങ്ങളിലൂടെ ഒന്ന് ഓടിച്ചു നോക്കുകയാണെങ്കിൽ അതിന് യഥാർത്ഥ സ്ഥാനമാനങ്ങൾ വരാനുണ്ട്. തല്ലി പിരിഞ്ഞു പോയ ബന്ധങ്ങളെല്ലാം കൂട്ടി യോജിപ്പിക്കുവാനുള്ള സാധ്യതകൾ കൂടി വരുവാനുള്ള സാധ്യതയും ഇതിലൂടെ കാണുന്നുണ്ട്. തർക്ക വിഷയങ്ങളിൽ പെട്ടിരിക്കുന്ന ദാമ്പത്യ ബന്ധത്തിൽ പെട്ടിരിക്കുന്നവർക്കെല്ലാം ദാമ്പത്യ ഉണർവ് വരുവാനുള്ള സാധ്യതകളും ഈ ജാതകത്തിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ വസ്ത്ര വ്യാപാരമെല്ലാം തകിട് പൊടിയായി കിടക്കുന്നതെല്ലാം മാറി വരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്നാണ് പറയാം. തുലാക്കൂറുകാർക്കും വളരെ ഗുണകരമായിട്ടുള്ള, ശ്രേഷ്ഠപരമായിട്ടുള്ള, ഐശ്വര്യപരമായിട്ടുള്ള ഒരു മാറ്റം തന്നെയാണ് ശുക്രന്റെ രാശി മാറ്റം. അത് കഴിഞ്ഞു